ബൈ ദ വേ ഗൈസ്, ഞാൻ ജസ്റ്റ് അൺബോക്സിങ് വീഡിയോയിൽ ഇവിടെ നിർത്താൻ വിചാരിക്കാതിരിക്കുന്നു. അപ്പം ഇത് ചിലപ്പം വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഇതേ വീഡിയോയിൽ വരുമായിരിക്കും. അപ്പം ഇതായിരുന്നു അൺബോക്സിങ്. എങ്ങനെ ആയിരുന്നു നമ്മുടെ ടേബിൾ ടെന്നീസ് ജേർണി എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ അൺബോക്സ് ചെയ്ത സാധനമൊക്കെ എങ്ങനെ ഞാൻ സെറ്റപ്പ് ചെയ്തു, എങ്ങനെ കളിച്ചു തുടങ്ങി, ആരപ്പരം കളിച്ചു തുടങ്ങി എന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ ഇതെന്താണ് വീഡിയോ, വീണ്ടും അൺബോക്സിങ് വീഡിയോ. So guys, hey here I'm Muhammad Sifar Nishan. എൻ്റെ പേര് പറയുന്നു, unnecessary information. Okay, let's get into the beginnings. In my hostel, and here is Shiva Prasad. He's shy. Okay, so these are table tennis. So these are table tennis net here. I'm gonna fix it. I'm gonna show you how. ഞാനും കുളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, രാവിലെ എണീറ്റ് വന്ന പാടാണ്, എൻ്റെ മുഖം കണ്ടില്ല. You press this button, it will come down. When it comes down, keep it here, leave the button, it gets right there. Then other side, same thing. So this table is ready. Wow, table tennis table setup completed. And we're going to start practicing. നിങ്ങൾക്ക് വീട്ടിൽ എവിടെ ടേബിൾ ഉണ്ടെങ്കിലും അവിടെ കൊണ്ട് ടേബിൾ ടെന്നീസ് കളിച്ചു തുടങ്ങാവുന്നതാണ്. ജസ്റ്റ് ഈ നെറ്റ് അവിടെ സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ആ നെറ്റ് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, എത്ര വലിച്ചാൽ അത്ര പോകും. പക്ഷെ നമ്മൾ ഡെയിലി ഇങ്ങനെ വലിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ സീനിയേഴ്സൊക്കെ അത് കളിച്ചിട്ട് അടക്ക് പൊട്ടിച്ചിട്ടാണ് എനിക്ക് തന്നത്. അത് ഞാൻ ശരിയാക്കിയിട്ട് പിന്നെ ഉപയോഗിച്ച് കുറേ കാലം, ഒരു കൊല്ലത്തിൻ്റെ മേലെ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. അപ്പം അതൊക്കെയാണ് സാധനം സെറ്റപ്പായിരുന്നു. ഇതായിരുന്നു ടേബിൾ ടെന്നീസ് ജേർണിൻ്റെ തുടക്കം ഇൻ GMC അനന്തപൂർ. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നില്ല. ഓക്കെ, ഇതായിരുന്നു ബിഗിനിങ് ഓഫ് ടേബിൾ ടെന്നീസ് ഹിയർ ഇൻ മൈ കോളേജ്. pretty good beginning I guess. എനിക്കല്ലാണ്ട് വേറെ ആർക്കും ഇവിടെ കോളേജിൽ ടച്ച് പോലും ഉണ്ടായില്ല. ചില ആൾക്കാരുണ്ടായിരുന്നു, മെല്ലനെ മുമ്പ് ടച്ചുള്ള ആൾക്കാർ സ്ലോലി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അവരപ്പരൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹർഷ, ഇവനാണ് എനിക്കും പിന്നെ ശിവക്കും ശേഷം മൂന്നാമത് വന്ന ടേബിൾ ടെന്നീസ് കളിക്കാരൻ. No, you didn't touch your court. I touched your court. ഗെയിം കളിക്കാണ്. എത്ര മിനിറ്റ് ഉണ്ട് നോക്കാം. എന്തായാലും ഞാൻ ജയിക്കും. ഇവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിലെ റൂൾസൊക്കെ ഞാൻ എൻ്റെ തന്നെ റൂൾസ് വെച്ചിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ടേബിൾ ചെറുതാണെങ്കിലും it was worth it actually. A lot of people play on this table, this nets, this, that and this wall for a very long time. Lot of people actually. Seniors, juniors. 3. Yeah, Jashwant also is there with me. 5-3. How long is this? We'll see who's gonna win. Obviously, we see the touches, so poor touches. Later, they became very good players. Not very excellent players, but still very good players. 10-3. It is beginning of the as table tennis players. It was really fun actually. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും പിന്നെ TT കളിക്കാൻ ആഗ്രഹം. ഞാൻ ജയിച്ചിട്ടുണ്ടാവും, ഞാൻ പോയിൻ്റൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. അതായിരുന്നു ഞാനും ഹർഷും തമ്മിലെ മാച്ച്. ഇനി അടുത്തത് ഓവർ
ആ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു റൂൾ ഉണ്ടായിരുന്നു, ജയിക്കുന്ന ആൾ പുറത്ത് പോകില്ല, തോക്കുന്ന ആൾ മാറിക്കൊണ്ട് നിൽക്കും. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ചെങ്കിലും ടച്ച് ഉള്ളത് കൊണ്ട് ഞാൻ തന്നെ ഓൾമോസ്റ്റ് ജയിക്കുമായിരുന്നു. ഞാൻ തന്നെ ഐ വിൽ സ്റ്റേ, പീപ്പിൾ വിൽ റൊട്ടേറ്റ്. ഇറ്റ് വാസ് ലൈക്ക് ഐ ചീറ്റഡ്, നോട്ട് ചീറ്റിംഗ്, മേഡ് ദം ബെറ്റർ ആക്ച്വലി. അല്ലേ? ഇഫ് ദേ വോണ്ട് stay, they have to play better. This inverted area that was like this. Don't break your neck. Twist your tablet or phone, whatever you are using. ఒక మ్యాచ్ అయిపోయిందా అప్పుడే? ഡിസപ്പോയിന്റഡ് പ്ലെയർ. എൻ്റെ വേറൊരു റൂംമേറ്റ് നേരത്തെ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഫാം ഇൻഫോം നിഷാൻ പ്രോഗ്രസ്. ഇത് എങ്ങനെ ട്വിസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നാലും ഇവിടെ ഓപ്ഷനൊന്നും കാണുന്നില്ല. വെയിറ്റ്. Is there an option that I can push it? Yes, I can rotate it. Yo guys, welcome. నైస్ రా జేజీ, ఫామ్లోకి వచ్చా జేజీ. ఫామ్లోకి వచ్చినట్టే మళ్ళీ పాయింట్ ఇచ్చేసాడు. Obviously I'm going to win everything. Then a lot of other players came. Priyanshu came, బాల్ ఆడో అవుట్ ఆఫ్ గ్రౌండ్ కొట్టిన జేజీ. Krishnakant came. నిషాన్ గాడు. Then so many stars came. I'm not going to tell names మళ్ళీ అవుట్ ఆఫ్ గ్రౌండ్. because I may forget some people. ఓరా. Then another Harsha came very late. He was actually a good player from before, but he came to play with us late when we got actual table. ഇద్దరు ఆడండిరా. ഞാൻ ശരിക്കും സർക്കസ് മാനാണ്. ഞാൻ കറങ്ങിയിട്ടൊക്കെ അടിക്കുന്നത് കാണണം. അതൊന്നും ഇതിനകത്ത് വീഡിയോയിലില്ലാന്ന് തോന്നുന്നു. ഹർഷനെ തോൽപ്പിച്ചിരിക്കുന്നു. അത് ശരി എന്ന് തോന്നുന്നു, അറിയില്ല. അല്ലല്ല, തോൽപ്പിച്ചിരില്ല. ഒരു പോയിൻ്റാണ്, അതിൻ്റെ സെലിബ്രേഷനാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം എത്രത്തോളം അടിപൊളി പ്ലെയർ ആയിരുന്നു ഞാനെന്ന്. വീഡിയോ അല്ല, ജസ്റ്റ് ഓർ 6. It's so hard. Better control, I guess. 10-3. Okay, I won that match as always. In the beginnings, not now. Yeah, now I will still win with him also, I guess. Yeah, Priyanshu came. He used to play around a lot. He still used to play. Just on side. Mm-hmm.
സൂപ്പർ പ്രിയാൻഷു. ఎక్కువ ఎగ్జైట్ అవుకో, నార్మల్గా ఆడు అంతే, వాడే పాయింట్ ఇస్తాడు. But still I'm gonna win, I guess. 9-5. Come back. Yo, coming back. 10-6. 10 is Hey. different, right? 10-7. 8-10. See that control. Yeah, it's it. Yeah, continue. I'm gonna win it. Hey. టెన్నిచ్చు అప్పుడే. Juice, I guess. I don't know what's happening right now. I guess this is what happened. Okay, he won at last. So this was our humble beginnings in table tennis. നമ്മുടെ കോളേജിലെ ടേബിൾ ടെന്നീസ് തുടങ്ങിയതും സംഭവങ്ങളും കാര്യങ്ങളും ഒരു സ്റ്റോറി ആയിരുന്നു ഇത്. അപ്പം ഇതൊരു റിയാക്ഷൻ വീഡിയോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഇത് കമ്പൈൽ ചെയ്തിട്ട് ഒരു വീഡിയോ റിലീസ് ചെയ്യായിരുന്നു, പക്ഷേ എനിക്കിങ്ങനെ റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടലി 20 മിനിറ്റാണ്. ഞാൻ ചിലപ്പം 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ബാക്കിയുള്ള ഞാൻ കുറേ ഇങ്ങനെ അൺബോക്സിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഒരാഴ്ച ഓരോ വീഡിയോ എന്നുള്ള രീതിയിലേക്ക് ട്രൈ ചെയ്യാം എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫൈനൽ ഇയർ MBBS കാൺ ടു മച്ച്. അപ്പം ദിസ് വാസ് അവർ ഹംബിൾ ബിഗിനിങ്സ്. ഇപ്പോഴും പ്രോ പ്ലെയേഴ്സ് ഒന്നല്ലെങ്കിലും അത്യാവശ്യം ഡീസൻറ്റ് പ്ലെയേഴ്സാണ് ഇതിൽ കളിച്ച മിക്കവരും. പ്ലസ് ഞങ്ങൾക്ക് പ്രോ പ്ലെയേഴ്സ് ഉണ്ട്. ഇതിന് ശേഷം ജൂനിയേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ ജൂനിയേഴ്സ്, അവർ ഡെയിലി കളിച്ചു തുടങ്ങി. പിന്നെ നമുക്ക് പ്രിൻസിപ്പൽ ഒരു നല്ല ടേബിൾ ഡൊണേറ്റ് ചെയ്തു, നല്ല ബാറ്റ്സ് നമ്മൾ അതിന് മുമ്പ് ഇൻ്റർമീഡിയറ്റ്സിൽ പോയി മത്സരിച്ചു. നമ്മൾ ഈ കച്ചറ ടേബിൾ കളിച്ചിട്ട് നമ്മൾ ഒറിജിനൽ ടേബിളിൽ ഇൻ്റർമീഡിയറ്റ്സിൽ പോയി കളിച്ചു. ഭാഗ്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തോറ്റു എന്ന് ഞാൻ പറയുന്നു. പക്ഷേ നമ്മൾ അത്യാവശ്യം കളിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഒറിജിനൽ ടേബിളിൽ കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മൾ ഇൻ്റർമീഡിയറ്റ്സിൽ എന്തായാലും നല്ലൊരു ടീമിൻ്റെ പേരായിരുന്നു തോറ്റത്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും എങ്ങനെയാണ് സംഭവം എന്നുള്ള ഒരു പ്രോപ്പറായിട്ട് നമ്മളെ മൈൻഡിൽ പതിഞ്ഞത് അപ്പമാണ്. അതിൻ്റെ ശേഷം ഞാൻ എങ്ങനെ ഒറിജിനൽ ടേബിൾ കിട്ടാമെന്നുള്ള കുറേ കാലം ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പുതിയ പ്രിൻസിപ്പിൾ വന്നപ്പം ഈ ഇയറിൽ നമുക്ക് ഒരു നല്ല ടേബിൾ ടെന്നീസ് ഡെക്കാത്തലോൻ്റെ ടേബിളും പിന്നെ ബാറ്റൊക്കെ കിട്ടിയത്. ബാറ്റ് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ബാറ്റ്സ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ഫോർ മോർ. ബൈ, ഗുഡ് നൈറ്റ്.